ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമ്മളിന്ന് കാണാൻ പോകുന്നത് ഓസ്ട്രേലിയയിലെ ഒരു വ്യൂ പോയിൻ്റാണ്. ഞാൻ ഓസ്ട്രേലിയയിൽ താമസിക്കുന്നത് തൂമ്പ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. വളരെ മനോഹരമായൊരു സ്ഥലം. അതിൻ്റെ തൊട്ടടുത്ത് ഉള്ളൊരു വ്യൂ പോയിൻ്റാണ്. ഏകദേശം ഒരു 10 കിലോമീറ്ററിനുള്ളിലാണ് ഇത് വരുന്നത്. അപ്പോൾ നമുക്കതിൻ്റെ കാഴ്ചകൾ കണ്ടാലോ? അപ്പോൾ നമ്മളൊരു ഏകദേശം നല്ലൊരു കുന്ന് കയറാൻ തുടങ്ങി കേട്ടോ. ഈ കുന്ന് കയറി മുകളിലെത്തി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഈ പറഞ്ഞ വ്യൂ പോയിൻ്റ് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ ഒരു ചെറിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിതിലെ വണ്ടി ഓടിക്കുമ്പോൾ ശരിക്കും ശ്രദ്ധിക്കണം. കാരണം സൈഡിൽ കാണുന്ന കാട്ടിൽ നിന്നൊക്കെ കങ്കാരുക്കൾ ഇറങ്ങി വരാനുള്ള ഉള്ളൊരു സാധ്യതയുണ്ട്. അത് വന്ന് വണ്ടിയുടെ മുമ്പിൽ ചാടാനും ആക്സിഡൻ്റ് ഉണ്ടാകാനുള്ള ചെറിയ സാധ്യത ഇവിടെ ഉള്ളതാണ്. അപ്പോൾ നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ വെച്ച് കങ്കാരുക്കളെ കാണാൻ പറ്റുമായിരിക്കും. നമുക്ക് എന്തായാലും പോയി നോക്കാം. അങ്ങനെ നമ്മൾ നമ്മുടെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. പനോരമിക് ഡ്രൈവ് പാർക്ക് എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. വളരെ നല്ലൊരു സ്ഥലമാണ്, നല്ലൊരു വ്യൂ പോയിൻ്റാണ്. അങ്ങനെ ഇരുന്നപ്പോൾ അതാ സൈഡിൽ നിന്ന് ഒരു ചെറിയ ഒച്ചപ്പാട് കേട്ടു. നോക്കുമ്പോൾ ഒരു 3-4 കങ്കാരുക്കൾ ഇരുന്നിട്ട് പുല്ല് വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എന്നെ കണ്ടപ്പോൾ അവന്മാർ കഴിക്കലൊക്കെ നിർത്തിയിട്ട് എന്നെ നിരീക്ഷിക്കാൻ തുടങ്ങി. ഈ കാണുന്ന പുല്ല് തിന്നാൻ വേണ്ടിയിട്ടാണ് കാട്ടിൽ നിന്ന് അവർ ഇറങ്ങി വരുന്നത്. അപ്പോൾ എന്നെ കണ്ടപ്പോൾ എന്നെ കഴിക്കലൊക്കെ നിർത്തി എന്നെ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപകടം ഉണ്ടെങ്കിൽ അവരപ്പോൾ ഓടി രക്ഷപ്പെടും. മനുഷ്യൻ്റെ അടുത്ത് അങ്ങനെ അടുക്കുന്ന ഒരു ജീവിയല്ല കങ്കാരു. ഇണക്കി വളർത്തുന്നവരുണ്ട്, എന്നാലും കാട്ടിൽ നിന്ന് ഇറങ്ങി വരുന്നവർക്ക് ശരിക്കും ഒരു കാട്ടുമൃഗങ്ങളുടെ ഒരു രീതി തന്നെയാണ്. നമ്മളടുത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അവന്മാർ ഓടി രക്ഷപ്പെടുന്നതായിരിക്കും. അപ്പം ഞാൻ ഇവിടുന്ന് കുറച്ച് താഴേക്ക് ഇറങ്ങി നോക്കാൻ വേണ്ടി തീരുമാനിച്ചു. കാരണം മുകളിൽ നിന്ന് നോക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ എനിക്ക് ഒരു ഭംഗിയായിട്ട് തോന്നിയത് താഴെ നിന്ന് നോക്കുമ്പോഴാണ് കേട്ടോ. താഴെ നിന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം നല്ലൊരു ദൂരത്തിലേക്ക് ഇത് കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഈ ഒരു വഴി, ഈ ഒരു റോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴെയുള്ളൊരു 2-3 വീട്ടുകാരുടെ മാത്രം വീട്ടിലേക്ക് പോകാനുള്ളതാണ്. ഇത് ശരിക്കും ചെങ്കുത്തായ ഒരു ഇറക്കമാണ്, നല്ല രീതിയിലുള്ള ഇറക്കമുണ്ട്. പക്ഷേ നമുക്കിത് വീഡിയോയിൽ എത്രത്തോളം മനസ്സിലാകുന്നുണ്ടെന്ന് എനിക്ക് അറിയില്ല. ഇറങ്ങുമ്പോൾ നല്ല സുഖമാണ്, പക്ഷേ കയറി പോകുമ്പോഴാണ് കേട്ടോ കഷ്ടപ്പാട്. ഇവിടെ നിന്നുള്ളൊരു വ്യൂ പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് പരിമിതി ഉണ്ടാവുമെങ്കിലും ഇത് ശരിക്കും അനുഭവിച്ചറിയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കണ്ണെത്താത്ത ദൂരത്തോളം നമുക്ക് ഒരു എന്താ പറയുക സ്ഥലം കിടക്കുന്നതായിട്ട് കാണാം. നമ്മൾ കടലൊക്കെ കാണുന്ന പോലെ തന്നെയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇത്രയും ദൂരം നമ്മൾ ഒരു സ്ഥലം നമ്മുടെ ഇന്ത്യയിലൊന്നും നമുക്ക് കാണാനായിട്ട് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്ര വ്യക്തമായിട്ട് നമുക്ക് കാണാം. ഒരു ബൈനോക്കുലറോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ നന്നായിട്ട് നമുക്കത് ആസ്വദിക്കാൻ പറ്റിയേനെ. ഞാൻ എന്തായാലും ഇവിടുന്ന് തിരിച്ച് കയറാൻ തീരുമാനിച്ചു. നല്ല തണുപ്പ് കൂടി വരുന്നുണ്ട്. അപ്പോൾ ഞാൻ പെട്ടെന്ന് വന്നുകൊണ്ട് ജാക്കറ്റൊന്നും കരുതിയിട്ടില്ല.
അപ്പോൾ ഞാനിവിടുന്ന് തിരിച്ചു പോകാൻ വേണ്ടിയുള്ള പരിപാടിയാണ് കേട്ടോ. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഇതിൻ്റെ ഏറ്റവും ടോപ്പിൽ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ. ഈ വ്യൂ പോയിൻറ്റിൻ്റെ ഏറ്റവും ടോപ്പിൽ നിന്നുള്ള വ്യൂ ആണ്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഏകദേശം 10,000 ഏക്കറുകളോളം ഭൂമി വെറുതെ ഇങ്ങനെ കിടക്കുകയാണ്. അത് കുറച്ച് സ്ഥലത്തൊക്കെ കൃഷിയുണ്ട്, ബാക്കി സ്ഥലം തരിശു ഭൂമിയായിട്ട് കിടക്കുകയാണ്. ഇതാണ് ഓസ്ട്രേലിയയുടെ പ്രത്യേകത. ഇവിടെ ആകെ മനുഷ്യവാസമുള്ള സ്ഥലം ഓസ്ട്രേലിയയിൽ 10% ഉള്ളൂ. ബാക്കി 90% വനഭൂമിയും തരിശു ഭൂമിയായിട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് അത്ഭുതമാണല്ലേ. നമ്മുടെ നാട്ടിലൊക്കെ സ്ഥലം വളരെ കുറവാണ്, ജനസാന്ദ്രത കൂടിയതുകൊണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. പക്ഷേ ഓസ്ട്രേലിയയിൽ നേരെ തിരിച്ചാണ്. ഇവിടെ സ്ഥലം വളരെ കൂടുതലും ആൾക്കാർ വളരെ കുറവാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായിട്ട് ഇടുക. അതുപോലെ നിങ്ങൾക്ക് ഇനിയും ഇതുപോലുള്ള വീഡിയോ താല്പര്യമുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. താങ്ക് യു.